നരഭോജി കൂടുവെച്ച് പിടികൂടിയിട്ടും തൃപ്തരാകാതെ മൂടക്കുലിയിലെ ജനകീയ കൂട്ടായ്മ. കടുവയെ കൊല്ലുമെന്ന വാക്ക് പാലിക്കാത്തതിനാലാണ് പ്രദേശവാസികൾ അസ്വസ്ഥരാകുന്നത്. കൊല്ലണാനെ കൊന്നിട്ട് ഇവിടെ കൊണ്ടുപോകും. കാട്ടുവനെ വെടിവെച്ച് കൊന്നിട്ട് ഇവിടെ കൊണ്ടുപോയാൽ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ യുവകർഷകൻ പ്രജീഷിനെ കടുവ കൊന്നിട്ട് 10 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് കടുവയെ പിടികൂടാൻ സാധിച്ചത്. നരഭോജി കടുവയെ കൊല്ലുമെന്ന് ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ വനപാലകരടക്കം നൽകിയ ഉറപ്പ് പാലിക്കാത്തതിൽ ഏറെ അസ്വസ്ഥരാണ് പ്രദേശവാസികൾ. പുല്ലുമല പ്രദേശങ്ങളിൽ വീണ്ടും കടുവ ഇറങ്ങി മാനിനെ ഓടിച്ചു എന്നുള്ള ഒരു ഭീകരമായ ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ 1-2 കടുവയല്ല നമ്മുടെ ഈ പ്രദേശത്തുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഭീതി അകറ്റിത്തരാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നിർബന്ധമായും ഈ പ്രദേശത്ത് തമ്പടിച്ചുകൊണ്ട് ആ കടുവയെ പിടികൂടി ഈ വയനാട് ജില്ലയിൽ തുറന്നുവിടാതെ വീണ്ടും തൃശ്ശൂരിലേക്ക് തന്നെ കൊണ്ടുപോകാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മറ്റു സ്ഥലങ്ങളിൽ നിന്നും പിടികൂടുന്ന അപകടകാരികളായ കടുവകളെ പിടികൂടി മുത്തങ്ങയിലും പരിസരങ്ങളിലുമായി തുറന്നുവിടുന്നതാണ് ജില്ലയിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും ഇവർ പറയുന്നു. ആ കടുവയെ ഏതായാലും വെടിവെച്ച് കൊല്ലണം. നരഭോജി കടുവയാണ്. ആ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ഒരു ആവശ്യത്തിൽ വീണ്ടും ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അതോടൊപ്പം ഈ പ്രദേശങ്ങളിൽ ഇന്നിപ്പോൾ വീണ്ടും കടുവയുടെ സാന്നിധ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കടുവകളെ അടിയന്തരമായി തന്നെ കടുവകൾ നാട്ടിലിറങ്ങാതെ കാടും നാടും വേർതിരിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഒരു നിലപാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഞങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും ഞങ്ങളെപ്പോലെ തന്നെ സാധാരണക്കാരായ മനുഷ്യരാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു മനസ്സിലുള്ള കാര്യങ്ങൾ അത് തിരിച്ചും അവർക്കും ഉണ്ടാകണം. കാരണം അവരെ പോലെ അവരുടെ സഹോദരങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങൾ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ജനങ്ങളെ സംരക്ഷിക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാകണമെന്ന് മാത്രമാണ് ഈ വേളയിൽ പറയാനുള്ളത്. കൂട്ടിലകപ്പെട്ട കടുവയെ കൊല്ലുന്നതിന് തങ്ങൾക്ക് അനുമതിയില്ല എന്ന കാരണത്താൽ കടുവയെ തൃശ്ശൂരിലേക്ക് മാറ്റിയ നടപടി ഇനി ഉണ്ടാകാതിരിക്കുന്നതിനായി ഇനി ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂട് സ്ഥാപിക്കുന്നതിനെതിരെയും പ്രതിഷേധിക്കുമെന്നും കൂട്ടായ്മ അംഗങ്ങൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മീനങ്ങാടി.